സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സിയുടെ സമ്മദൂരം തുടരുന്നു. ഭാഗം 13. ആരാ നിങ്ങളെ അപമാനിച്ച്? അപമാനം ഒഴിവാക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ പറഞ്ഞത്? നമ്മുടെ കുട്ടികളുടെ കല്യാണം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടത്താൻ നമ്മൾ നിശ്ചയിച്ചത് നല്ലൊരു തീരുമാനമായിരുന്നു. ജാനകിയമ്മ പറഞ്ഞു. ഏതൊരു നല്ല പ്രവൃത്തിയുടെയും പുറകിലൊരു നല്ല മനസ്സുകൂടി വേണം, എങ്കിലേ അത് ഭംഗിയായിട്ട് നടക്കൂ. അതിനിടയ്ക്ക് വാശിയും വൈരാഗ്യവും പകയും കുത്തിത്തിരുകാൻ നോക്കിയാൽ എല്ലാവർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടേ ഉണ്ടാവൂ. ശശിധരന് കുറച്ചിൽ തോന്നി. തൻ്റെ മകന് വേണ്ടി കല്യാണം ആലോചിച്ചപ്പോൾ മുതൽ ഈ സ്ത്രീ മാന്യതയോടും അന്തസ്സോടും കൂടിയേ പെരുമാറിയിട്ടുള്ളൂ എന്നയാൾ ഓർത്തു. എനിക്കിനി ഒരു പരാതിയുമില്ല ജാനകിയമ്മേ, അയാൾ പറഞ്ഞു. കൃഷ്ണകുമാരി ചായക്കപ്പുകൾ നിരത്തിയ ട്രേയുമായി അവർക്കിടയിലേക്ക് വന്നു. നിങ്ങൾ ചായ കഴിച്ചിട്ടേ പോകാവൂ, എനിക്ക് മില്ലിലേക്ക് അത്യാവശ്യമായിട്ട് പോകണം. ജാനകിയമ്മ എഴുന്നേറ്റു. അമ്മേ ചായ, കൃഷ്ണകുമാരി പറഞ്ഞു. അതിഥികൾക്ക് കൊടുക്ക് കൃഷ്ണേ, ഞാൻ വീട്ടുകാരിയല്ലേ. ജാനകിയമ്മ പിൻവാങ്ങി. ഉടൻ തന്നെ കാർ ഓടിച്ച് മില്ലിലേക്ക് പോവുകയും ചെയ്തു. ചായ കഴിച്ച് ശശിധരനും സുധീഷും മടങ്ങി. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? മക്കളെക്കാൾ ബുദ്ധി അമ്മയ്ക്കാണെന്ന് തെളിഞ്ഞില്ലേ? കൃഷ്ണകുമാരി ശ്രീനിവാസനെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു. അമ്മയെ അടിയറവ് പറയിക്കാൻ തൻ്റെടവും കഴിവുമുള്ള മക്കൾ ഇനി ജനിക്കണം. അടുത്ത ജന്മത്തിലെങ്ങാനും. ഗീതാമണി കളിയാക്കി. ശ്രീനിവാസൻ കൈവെള്ളം നെറ്റിയിലിടിച്ചു. ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്ക്. ഗീതാമണി നടുമുറ്റം മുറിച്ചു കിടന്ന് അവളുടെ വീട്ടിലേക്ക് പോയി. അമ്മയുണ്ടായിരുന്നത് കൊണ്ട് മീനാക്ഷിയെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഗീതാമണി അപ്പോൾ തന്നെ ചെന്ന് അവളെ വിളിച്ചുകൊണ്ട് വന്നു. അമ്മയുണ്ടല്ലോ എന്നോർത്ത് നീ രക്ഷപ്പെട്ട് നിൽക്കുമായിരുന്നു അല്ലേടി? വന്ന് ജോലി തീർത്തിട്ട് പോ. മീനാക്ഷി ഗീതാമണിയുടെ അടുക്കളയിലെത്തി ജോലി തുടങ്ങി. ശ്രീനിവാസനും ചന്ദ്രബാബുവും രഘുവരനും കൂടി അടുത്ത നടപടി എന്തെന്ന് ആലോചിക്കുകയായിരുന്നു. അമ്മ അവളെ എങ്ങോട്ടാണ് മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ അവൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരരുത്. അതെങ്കിലും നിങ്ങളെക്കൊണ്ട് സാധിക്കണം, കൃഷ്ണകുമാരി പറഞ്ഞു. നമ്മൾ എന്തിനാ ശ്രീനിയേട്ട അറച്ചു നിൽക്കുന്നേ? ചന്ദ്രബാബു ചോദിച്ചു. അവളെ അടിച്ചു പുറത്താക്കാൻ ആരെയാ പേടിക്കുന്നേ? അമ്മ എന്താ നമ്മൾ തൂക്കിലേറ്റുവോ? പ്രിയയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടേടാ, പിന്നെ നമ്മൾ ക്ഷമിക്കുന്ന പ്രശ്നമില്ല. നിരാശയും അമർഷവും കൊണ്ട് പുകയുന്ന മട്ടിലാണ് ചന്ദ്രബാബു എഴുന്നേറ്റ് പോയത്. അയാൾ ഡൈനിങ് റൂമിലേക്ക് ചെല്ലുമ്പോൾ മീനാക്ഷി കഴുകിയ പ്ലേറ്റുകൾ സ്റ്റീൽ തട്ടിൽ വയ്ക്കാൻ വേണ്ടി വാതിൽ കടന്നു വരികയായിരുന്നു. മീനാക്ഷിയുടെ മുഖം മുന്നിൽ കണ്ടതും അയാളുടെ ചോര തിളച്ചു. കൈ വീശി അവളുടെ മുഖത്തടിച്ചുകൊണ്ട് അയാൾ പല്ല് കടിച്ചമറി. നിനക്കൊരു സമ്മാനം തരാനിരിക്കുമായിരുന്നു ഞാൻ, ഇന്നത്തെ നാണക്കേടിന്. ഓർക്കാപ്പുറത്തേറ്റ അടി മീനാക്ഷിയെ ഞെട്ടിച്ചു കളഞ്ഞു. പിന്നോട്ട് വേച്ചു പോയതിനൊപ്പം അവളുടെ കയ്യിലിരുന്ന പ്ലേറ്റുകൾ താഴെ വീണ് ഉടഞ്ഞ് ചിതറി. അതുകൂടി കണ്ടതോടെ ചന്ദ്രബാബു രോഷാകുലനായി. കൈവീശി ചെകിട്ടത്ത് ഒരെണ്ണം കൂടി കൊടുത്തു. വാതിൽ കട്ടിളിയിൽ പിടിച്ചതിനാൽ മീനാക്ഷി വീണില്ല. അവളുടെ കണ്ണിലെ ഇരുട്ടിൽ പൊന്നീച്ചുകൾ പാറിക്കളിച്ചു. മുഖം മരവിച്ച് തടി പോലെയായെന്ന് അവൾക്ക് തോന്നി. തലയ്ക്കുള്ളിൽ പടരുന്ന തണുപ്പ് ക്രമേണ അവളുടെ കണ്ണിലേക്ക് പ്രകാശം അരിച്ചു കയറി. മുന്നിൽ സംഹാരരുദ്രനെ പോലെ നിൽക്കുന്ന ചന്ദ്രബാബുവിനെ അവൾ കണ്ടു. അയാൾക്ക് വേണമെങ്കിൽ ഇനിയും അടിക്കാൻ പാകത്തിന് മുഖം തെല്ലുയർത്തി അവൾ ഒരു ചുവട് മുന്നോട്ട് നീങ്ങി നിന്നു. അവളുടെ കണ്ണുകളിലെ കൂസലില്ലായ്മ അയാളെ വിറളി പിടിപ്പിച്ചു. അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പിന്നോട്ട് തള്ളി തല ചുമരോട് ചേർത്തമർത്തി കടപ്പല്ല് ഞെരിച്ചുകൊണ്ട് അയാൾ മുരണ്ടു. കൊന്നു കളയുകയുള്ളൂ നിന്നെ ഞാൻ, ഈ വീട്ടിൽ വെച്ച് വാഴിക്കില്ല. മീനാക്ഷി അയാളുടെ മുഖത്തു നിന്നും കണ്ണെടുത്തതേയില്ല. പാത്രങ്ങൾ വീണുടഞ്ഞ ഒച്ച കേട്ടാണ് ഗീതാമണി പിൻമുറ്റത്ത് നിന്ന് ഓടിയെത്തിയത്. ചന്ദ്രബാബു മീനാക്ഷിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുമരോട് ചേർത്ത് അമർത്തി നിർത്തിയിരിക്കുന്നതാണ് ആദ്യം അവൾ കണ്ടത്. പിന്നെ തറയിൽ പൊട്ടിച്ചിതറിക്കിടക്കുന്ന പ്ലേറ്റുകളും. ഗീതാമണി ചെന്ന് ചന്ദ്രബാബുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. എന്താ ബാബുവേട്ടാ ഇത്? വിടാൻ ഗീതാമണി അയാളുടെ കൈ കുതിരച്ചു മാറ്റി. ബാബുവേട്ടനെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇനിയൊരു കൊലപാതകം കൂടി ഈ വീട്ടിൽ വെച്ച് നടത്താത്ത കുറവേ ഉള്ളല്ലോ. കൊല്ലു ഞാൻ. ഇതിൻ്റെ പേരിൽ ജയിലിൽ പോകാനും ഞാൻ തയ്യാറാ. എന്താ ഇവിടെ ഉണ്ടായതെന്ന് പറ. ഒന്നും ഉണ്ടായില്ല. ഞാൻ അവൾക്കിട്ട് ഒരടി വെച്ച് കൊടുത്തു. അവൾ ഉടനെ പ്ലേറ്റ് താഴെയിട്ടിരിക്കുന്നു. പൊട്ടാത്ത ഒരൊറ്റ എണ്ണ ഉണ്ടോയെന്ന് നോക്കിയേ. ഗീതാമണി മീനാക്ഷിയുടെ നേർക്ക് തിരിഞ്ഞു. ചന്ദ്രബാബുവിൻ്റെ മുഖത്തായിരുന്നു അവളുടെ കണ്ണ്. പട്ടിച്ചിയുടെ നോട്ടം കണ്ടോ? ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നുള്ള മട്ട്. എനിക്കെൻ്റെ പെരുവിരൽ മുതൽ വിറഞ്ഞു കയറുന്നു. ബാബുവേട്ടൻ അപ്പുറത്ത് പോ. ചന്ദ്രബാബു പിറുപിറുത്തുകൊണ്ട് കിടപ്പറയിലേക്ക് കയറിപ്പോയി. ഇതെന്താടി കാണിച്ചു വെച്ചിരിക്കുന്നേ? എത്ര രൂപയുടെ പ്ലേറ്റാണടി ഈ കുപ്പിച്ചില്ല് പോലെ ചിതറിക്കിടക്കുന്നത്? മീനാക്ഷി ഇതിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന മട്ടിൽ നിന്നു. അവളുടെ മുഖത്ത് വിരലടയാളങ്ങൾ തിണർത്ത് കിടന്നു. അടിയേറ്റ് കീഴ്ചുണ്ട് തടിച്ചു വീർക്കുകയും കടവായ്ക്കോണിലൂടെ ഒരു ചോരച്ചാൽ ഒലിച്ചിറങ്ങുകയും ചെയ്തു. എന്നിട്ടും കൂസിലില്ലാതെ അവൾ നിൽക്കുന്നത് കണ്ടിട്ട് ഗീതാമണിക്ക് അമ്പരപ്പ് തോന്നി. നോക്കി നിൽക്കാതെ ഇതെല്ലാം അടിച്ചു വാരിക്കളഞ്ഞിട്ട് അടുത്ത പണി നോക്ക്, ഗീതാമണി നിർദ്ദേശിച്ചു.
പിന്നീട് വരാന്തിയിൽ വെച്ച് മാധവിയമ്മ മീനാക്ഷിയുടെ കവിളിലെ തിണർത്ത വിരൽപ്പാടുകളും നീരുവന്ന് വീർത്ത ചുണ്ടുകളും കണ്ട് അന്താളിച്ച് ചോദിച്ചു, ഇതെന്തു പറ്റിയതാ കുട്ടി? മീനാക്ഷി ഒന്നും മിണ്ടിയില്ല. ജാനകി ഇങ്ങോട്ട് വരട്ടെ, ചോദിക്കണ്ട് ഞാൻ. മാധവിയമ്മ പിറുപിറുത്തു. ഇവിടുത്തെ പരീക്ഷകൾക്ക് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാനാണേൽ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിച്ചതെന്ന് എനിക്കറിയണമല്ലോ. വേണ്ട, ചോദിക്കേണ്ട, മീനാക്ഷി പറഞ്ഞു. അച്ചമ്മ അവരോട് പറയണം എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാൻ. അതാണിനി അവർക്കും എനിക്കും നല്ലത്. മാധവിയമ്മ ചകിതയായി. നീ എന്താ ഈ പറയുന്നത്? അവളുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തി. അവൾ തൻ്റെ തന്നെ വാക്കുകൾ നിഷേധിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ശിരസ് ചലിപ്പിച്ചു. എന്നിട്ട് അവരുടെ മുന്നിൽ നിന്നും പോയിക്കളഞ്ഞു. വൈകുന്നേരം ജാനകിയമ്മ വന്നപ്പോൾ വൃദ്ധ ചെന്ന് പരാതി പറഞ്ഞു. നീ ആ പെണ്ണിനെ വിളിച്ച അതിൻ്റെ മുഖം ഒന്ന് നോക്കിയേ, അടിച്ചു പൊട്ടിച്ചിരിക്കുന്നു. ആരാ? നിന്റെ മക്കളല്ലാതാര്? ജാനകിയമ്മ മീനാക്ഷിയുടെ മുറിയിൽ ചെന്നു. മീനാക്ഷി അവർക്ക് മുഖം കൊടുക്കാതെ നിന്നു. ജാനകിയമ്മ അല്പം ബലം പിടിച്ച് അവളുടെ മുഖം തനിക്ക് അഭിമുഖമാക്കി. 4 വിരലുകൾ കരിവാളിച്ച് കിടക്കുന്നു. കവിളത്ത് നീർവീക്കവുമുണ്ട്. ഗീതാമണി സിറ്റൗട്ടിൽ നിലവിളക്ക് കൊളുത്താൻ ഒരുങ്ങിയായിരുന്നു. എവിടെ ബാബു? കല്ലിച്ച ശബ്ദം കേട്ടവൾ മുഖമുയർത്തി. അമ്മ. അവൾ കാര്യം എന്തെന്ന് ഊഹിച്ചു. കുളിക്കുക. എന്താ? അവനോടാ എനിക്ക് പറയാനുള്ളത്. ഓ, അവൾ അമ്മയുടെ അടുത്ത് പരാതി പറഞ്ഞു അല്ലേ? ഞാൻ അറിയുന്നില്ലെന്നാണോടി നീ വിചാരിച്ചത്? ഞാൻ മില്ലിലേക്ക് പോകുന്നത് മുതൽ തിരിച്ചു വരണ വരെ നീയും കൃഷ്ണയും കൂടി ഇവിടുത്തെ മുഴുവൻ ജോലിയും അവളെ കൊണ്ട് ചെയ്യിക്കുന്നത്. കുറച്ച് ജോലി ചെയ്തതുകൊണ്ട് എന്താ കുഴപ്പം? നാഗമ്മയുണ്ടല്ലോ ഇവിടെ. പ്രത്യേകിച്ചും പണിയൊന്നുമില്ലല്ലോ. മാസാമാസം ശമ്പളവും എണ്ണിക്കൊടുക്കുന്നുണ്ടല്ലോ. നിനക്ക് അവളെ വിളിച്ച് ജോലി ചെയ്യിച്ചുകൂടായിരുന്നോ? നാഗമ്മയേക്കാൾ വൃത്തിയായിട്ടും വെടിപ്പായും ജോലി ചെയ്യാൻ അറിയാവുന്നത് മീനാക്ഷിക്കാണ്. അതുകൊണ്ടാണോടി അവളുടെ ചെകിടടിച്ച് പൊട്ടിച്ചിരിക്കുന്നത്. അത് അവളുടെ കയ്യിൽ നിന്ന് കുറേ പ്ലേറ്റ് താഴെ വീണ് പൊട്ടി. ബാബുവേടൻ അത് കണ്ടപ്പോൾ അന്നേരത്തെ ദേഷ്യത്തിന് ഒരടി കൊടുത്തു. ഗീതാമണി നിസാരമട്ടി പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രബാബു ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് അങ്ങോട്ട് വന്നു. ബാബുവേട്ടാ, അമ്മയ്ക്ക് പരാതി. മീനാക്ഷിയെ അടിച്ചത് എന്തിനാണെന്ന്. മനഃപൂർവ്വം അടിച്ചതാമ്മേ, കൈത്തരപ്പ് തീർക്കാൻ. ഇനിയും അടിച്ചെന്നിരിക്കും. എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാമെങ്കിൽ അമ്മ കൊണ്ടുപോയി ഒളിപ്പിച്ചു. ജാനകി അമ്മ ഏതാനും നിമിഷം മകൻ്റെ മുഖത്തേക്ക് തന്നെ തറച്ചു നോക്കി നിന്നു. നടന്നു. പിന്നെ ഒന്നും മിണ്ടാതെ തിരിച്ചു നടന്നു. സുപ്രിയ റൈസ് മില്ലിൻ്റെ ഗ്യാരേജിൽ ജാനകി അമ്മയുടെ കാർ ചെന്ന് നിന്നു. ജാനകി അമ്മ കാറിൽ നിന്ന് ഇറങ്ങി. മീനാക്ഷിയോട് ഇറങ്ങി വരാൻ പറഞ്ഞു. അവൾക്ക് കാറിൻ്റെ ഡോർ തുറക്കാൻ അറിഞ്ഞുകൂടാ. ജാനകിയമ്മ അത് അവൾക്ക് കാട്ടിക്കൊടുത്തു. ഇതാണ് സുപ്രിയ റൈസ് മിൽ. ജാനകിയമ്മ കെട്ടിട സമുച്ചയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു. മീനാക്ഷി അമ്പരപ്പോടെ നാലുപാടും നോക്കി. ജാനകിയമ്മയോടൊപ്പം ധാവണി ധരിച്ച ഒരു പെൺകുട്ടി കൂടി ഓഫീസിലേക്ക് കയറി വരുന്നത് കണ്ട് മില്ലിലെ ജീവനക്കാർ ആശ്ചര്യപ്പെട്ടു. ഗുഡ് മോർണിംഗ് പറഞ്ഞവർക്കെല്ലാം പ്രത്യഭിവാദ്യം നൽകിക്കൊണ്ട് ജാനകിയമ്മ AC ക്യാബിന് നേർക്ക് നടന്നുപോയി. പിന്നാലെ നിഴൽ പോലെ മീനാക്ഷിയും. AC ഓൺ ചെയ്തിട്ട് അവർ തൻ്റെ കസേരയിൽ ചെന്നിരുന്നു. മീനാക്ഷിക്ക് മറ്റൊരു കസേര ചൂണ്ടിക്കാട്ടി ഇരുന്നോളാൻ പറഞ്ഞു. മാനേജർ മുരളീധരൻ ക്യാബിനിലേക്ക് വന്നു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇതെന്താ ഈ കുട്ടിയെയും കൂട്ടി? അവൾ ഇതേവരെ മോഡേൺ റൈസ് മിൽ കണ്ടിട്ടില്ല. ഓടി. ജാനകിയമ്മ മീനാക്ഷിയെ നോക്കി. ഇല്ല, മീനാക്ഷി പരിഭ്രമത്തോടെ പറഞ്ഞു. ഇതെല്ലാം അവൾക്ക് കാട്ടിക്കൊടുക്കാമെന്ന് വെച്ചു. ഇവളുടെ അച്ഛൻ്റെ കൂടി സ്വത്താണെന്നാണല്ലോ വെയ്പ്പ്. മുരളീധരൻ മീനാക്ഷിയുടെ സാന്നിധ്യം ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവളെ ഒന്നുകൂടി നോക്കി. ഇതു പ്രശ്നമാകുമല്ലോ. എന്തു പ്രശ്നം? ജാനകിയമ്മ നെറ്റി ചുളിച്ചു. മക്കൾക്ക് ഇഷ്ടപ്പെടുമോ? മില്ലിലും നാട്ടിലുമൊക്കെ കൊണ്ടു നടന്ന് കാണാത്തവരെ കൂടി കാണിച്ച് മാനം കെടുത്തിയെന്ന് പറയില്ലേ അവർ? ജാനകിയമ്മ പരിഹാസത്തിലൊന്ന് ചിരിച്ചു. അതിൽ നിന്നൊക്കെ അവർ ഒരുപാട് മുന്നോട്ട് പോയി മുരളി. പറച്ചിൽ നിർത്തിയിട്ട് അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. മീനാക്ഷിയുടെ ഇടത്തെ കവളത്ത് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം അതിൻ്റെ അടയാളം. മുരളീധരൻ മീനാക്ഷിയുടെ മുഖം ഇപ്പോഴാണ് ശരിക്ക് കണ്ടത്. കവളത്ത് ഇരുണ്ട ചുവപ്പ് നിറത്തിൽ ഏതാനും വിരൽപ്പാടുകൾ. അതുപോട്ടെ, നെല്ലെടുപ്പിൻ്റെ കാര്യം എന്തായി? നെല്ല് കിട്ടും, പക്ഷേ വില ജാസ്തിയാ. കിലോയ്ക്ക് 8 രൂപ 40 പൈസ. ആ വിലക്കെടുത്തിട്ട് നമ്മളെങ്ങനെ വിറ്റ് മുതലാക്കും മുരളി? ഇതെന്താ ലോകത്തെങ്ങുമില്ലാത്ത ഒരു വില? അത് നമുക്ക് മാത്രം. ചന്ദ്രബാബു സാറ് വിളിച്ചു പറഞ്ഞുവത്രേ 8.40 എടുത്തോളാമെന്ന്. അഡ്വാൻസും കൊടുത്തു. ഇനി നമുക്ക് പറ്റില്ലെന്ന് പറയാനൊക്കുമോ? ആരോട് ചോദിച്ചിട്ട് അവൻ വാക്കു പറഞ്ഞു? എന്തിന് അഡ്വാൻസ് കൊടുത്തു? എനിക്കറിയില്ല. റൈസ് മില്ല് പൊട്ടിച്ചെടുത്താൽ അമ്മയ്ക്ക് കൂച്ചി വിലങ്ങിടാമെന്നായിരിക്കും അവൻ്റെ വിചാരം. കോട്ടശ്ശേരിക്കാരോ റീസായിന്നോ ആന്ധ്രായിന്നോ നെല്ല് കൊണ്ടുവരികയാണ്. കർണാടകത്തിൽ നിന്നുള്ളതും എടുക്കുന്നുണ്ടെന്ന് കേട്ടു. 6 രൂപയ്ക്ക് അവർക്ക് നെല്ല് കിട്ടി. നമ്മൾ വിൽക്കുന്നതിനേക്കാൾ കിലോയ്ക്ക് 3 രൂപ കുറച്ച് അരി വിറ്റാലും അവർക്ക് ലാഭമാണ്. നമ്മുടെ ചരക്ക് വില കൂടുതലിൻ്റെ പേരിൽ കെട്ടിക്കെടുക്കുകയും ചെയ്യും.
നഷ്ടം വന്നാലും നമ്മൾ ഒറീസ നെല്ലെടുത്ത് നമ്മുടെ ക്വാളിറ്റി കുറയ്ക്കരുത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കാലടിച്ചന്തയിലും നെല്ലിന് വില കൂടുതലാണെന്ന് കേട്ടു. ചങ്ങനാശ്ശേരിയിൽ കൊയ്ത്ത് തുടങ്ങണം ഇനി. മുരളീധരൻ കയ്യിലിരുന്ന പാക്കറ്റ് മേശപ്പുറത്ത് വെച്ചു. എന്താ ഇത്? ജാനകിയമ്മ ചോദിച്ചു. പുതിയ ഡിജിറ്റൽ ഗ്രെയിൻ മോയ്സ്ചർ മീറ്റർ. പഴയത് കൂടെ കൂടെ കേടാകുന്നു. ജാനകിയമ്മ അത് കയ്യിലെടുത്തു. പാക്കറ്റ് തുറന്നു നോക്കി. അത് തിരികെ മേശപ്പുറത്ത് തന്നെ വെച്ചു. ഞാൻ അപ്പുറത്തേക്ക് ചെല്ലട്ടെ മാഡം, അധികം താമസിയാതെ നെല്ല് ലോറികൾ വരും. ശരി. മുരളീധരൻ എഴുന്നേറ്റ് ക്യാബിനിൽ നിന്നും പുറത്തു കടന്നു. ആ പോയ ആളാണ് മാനേജർ, പേര് മുരളീധരൻ, ജാനകിയമ്മ മീനാക്ഷിയോട് പറഞ്ഞു. മീനാക്ഷി തലയാട്ടി. മേശപ്പുറത്തിരുന്ന കടലാസുകൾ, ചെക്കുകൾ എന്നിവ നോക്കുകയും ഒപ്പിടേണ്ടവയിൽ ഒപ്പിടുകയും ചെയ്ത ശേഷം ജാനകിയമ്മ എഴുന്നേറ്റു. വാ, അവർ മീനാക്ഷിയെ വിളിച്ചു. മീനാക്ഷി എഴുന്നേറ്റ് അവരുടെ പിന്നാലെ നടന്നു. ആദ്യം ഡ്രൈയിങ് ഗ്രൗണ്ടിലേക്കാണ് അവർ പോയത്. നെല്ല് ഉണക്കുവാനുള്ള വിശാലമായ കോൺക്രീറ്റ് പ്രതലം, അതിനപ്പുറം സ്റ്റോറിംഗ് ഗോഡൗൺ. ഡൈയിങ് ഗ്രൗണ്ടിനരികെ 2 ലോറികൾ ഒന്നിനു പിറകെ ഒന്നായി എത്തി. അവയിൽ ചാക്കുകളിൽ നെല്ല് നിറച്ച് അട്ടിയിട്ടിരുന്നു. തൊഴിലാളികൾ നെല്ലിറക്കുവാനായി പോയി. ജാനകിയമ്മ ഓരോ യന്ത്രസാമഗ്രികളുടെയും അരികെ കൂടി മീനാക്ഷിയെ കൂട്ടിക്കൊണ്ടുപോയി. അവയെല്ലാം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഓരോന്നിൻ്റെയും പ്രവർത്തന രീതി അവർ വിശദീകരിച്ചു. ഇത് പാടി ക്ലീനിങ്ങിനുള്ള സ്ഥലം. ഇതാ കാണുന്ന ടാങ്കർ ലോറിയുടെ ടാങ്ക് പോലുള്ള 4 സ്റ്റീമർ. നെല്ല് പുഴുങ്ങാനുള്ള ആവി അതിലൂടെയാണ് വരുന്നത്. അപ്പുറത്തുള്ള ആ വലിയ ടാങ്ക് ബോയിലർ, പിന്നെ ഡ്രയർ, ഫാൻ ഡ്രയർ. ജാനകിയമ്മ മീനാക്ഷിയെ മില്ലിംഗ് സെക്ഷനിലേക്ക് കൊണ്ടുപോയി. നെല്ല് അരിയാകുന്നത് വരെയുള്ള വിവിധ ഘട്ടങ്ങളിലെ പ്രോസസ്സിങ്ങിനുള്ള മെഷീനറികളായിരുന്നു ആ പടുകൂറ്റൻ ഹാൾ നിറയെ. ഇത് പാടി സ്റ്റോർ. ആ നിരനിരയായി 3 കാണുന്നത് പാടി ക്ലീനർ. കനം കുറഞ്ഞ നെല്ല് അതിലാണ് നീക്കം ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് കല്ല് നീക്കാനുള്ള മെഷീൻ ഡീ സ്റ്റോണർ. ഉമി കളയാനുള്ള യന്ത്രം അതിനപ്പുറത്ത്. റബ്ബർ റോളർ. അങ്ങേയറ്റ ഹാളർ പോളിഷിംഗ്, അതിലാണ് തവിട് കളയുന്നത്. അവർ ഒരു വാതിലിലൂടെ വിശാലമായ മറ്റൊരു ഹാളിലേക്ക് പ്രവേശിച്ചു. കൺവെയർ ബെൽറ്റുകളിലൂടെ അരിയും നെല്ലും സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. നേരെ മുമ്പിലുള്ളത് ബ്രോക്കൺ റൈസ് ക്ലീനർ. അത് 3 ഉണ്ട്. പൊടിയരി മാറ്റും. വീണ്ടും ഡീ സ്റ്റോണർ. മെക്കാനിക്കൽ സോർട്ടെക്സ്. കറുത്ത അരി അരിച്ചു മാറ്റുന്നു. ഓട്ടോമാറ്റിക് സോർട്ടെക്സ്. വീണ്ടും കല്ലും കറുത്ത അരിയും പൊടിയരിയും അരിച്ചു നീക്കുന്നു. ഏറ്റവും അങ്ങേയറ്റത്ത് സ്റ്റിച്ചിങ് മെഷീൻ. മീനാക്ഷി കൗതുകത്തോടെ എല്ലാം നോക്കിക്കൊണ്ട് നടന്നു. യന്ത്രങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനാൽ അന്തരീക്ഷം ശബ്ദമുഖരിതമായിരുന്നു. കാറ്റിനക്കരെ നിന്ന് സംസാരിക്കുന്നത് പോലെ ആളുകൾ വളരെ ഉച്ചത്തിലാണ് സംസാരിച്ചത്. എന്നിട്ട് യന്ത്രങ്ങളുടെ ഇരമ്പൽ കാരണം വാക്കുകൾ ശരിക്ക് കേൾക്കാമായിരുന്നില്ല. എല്ലാ യന്ത്രങ്ങളിലും തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ടിരുന്നു. അവരെല്ലാം മീനാക്ഷിയെ കൗതുകത്തോടെ നോക്കി. മാത്തൂരെ കഥകളെല്ലാം തൊഴിലാളികൾ ഇതിനകം അറിഞ്ഞു കഴിഞ്ഞിരുന്നു. മീനാക്ഷിയെ കാണുന്നത് മാത്രം ഇതാദ്യമായിട്ടാണ്. മീനാക്ഷിയാണ് ജാനകിയമ്മയുടെ കൂടെയുള്ളതെന്ന് മുരളീധരൻ ഇതിനകം വിളംബരം ചെയ്തിരുന്നു. എല്ലാം ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നീ എൻ്റെ കൂടെ വന്നാൽ മതി. മില്ലിൽ എന്തൊക്കെ നടക്കുന്നുവെന്ന് കണ്ട് പഠിക്കുകയും ചെയ്യാം. വീട്ടിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും, ജാനകിയമ്മ പറഞ്ഞു. മീനാക്ഷി റൈസ് മില്ലിലുണ്ടെന്ന വിവരം ഇതിനകം മാത്തൂരെത്തിയിരുന്നു. റൈസ് മില്ലിലുള്ള ഒരാൾ മാത്തൂരേക്ക് ഫോൺ ചെയ്ത് അറിയിക്കുകയായിരുന്നു. ജാനകിയമ്മയുടെ നീക്കങ്ങളും മില്ലിൽ നടക്കുന്ന ദൈനംദിന സംഭവങ്ങളും നിരീക്ഷിച്ചറിയിക്കാൻ ചന്ദ്രബാബു കിമ്പളം കൊടുത്ത് ഏർപ്പാടാക്കിയ അക്കൗണ്ടൻ്റ് വിജയപ്പനായിരുന്നു അത്. ഫോൺ കിട്ടിയ ഉടനെ ശ്രീനിവാസൻ തൻ്റെ കൂടപ്പിറപ്പുകളെയും ഭാര്യയെയും വിളിച്ച് വിവരം അറിയിച്ചു. അമ്മ അവളെയും കൊണ്ടാണ് നേരെ മില്ലിലോട്ട് പോയത്. മില്ലിൽ എല്ലായിടത്തും കൊണ്ടു നടന്ന് എല്ലാം കാണിച്ചു കൊടുക്കുന്നത്രേ. അസലായി, കൃഷ്ണകുമാരി പറഞ്ഞു. നിങ്ങൾ നോക്കിക്കോ, ഇനി എന്നും അവളെയും കൊണ്ട് മില്ലിൽ പോകും. നിങ്ങൾ അവളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതും തല്ലുന്നതും ഒന്ന് കാണട്ടെ. ഇതാണ് അമ്മയുടെ മനസ്സിലിരിപ്പ്. അവളെ അങ്ങനെ മില്ലിലോട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് പോയി എല്ലാവരുടെയും മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ചന്ദ്രബാബു പറഞ്ഞു. നിങ്ങളുടെ സമ്മതം ആർക്കു വേണം? പ്രദർശിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു, ഗീതാമണി പരിഹസിച്ചു. ഇനി അമ്മ കൊണ്ടുപോകില്ല അവളെ. അഥവാ കൊണ്ടുപോയാൽ തിരിച്ചു കൊണ്ടുവരികയുമില്ല, ചന്ദ്രബാബു ദൃഢനിശ്ചയമെടുത്ത പോലെ പറഞ്ഞു. നിന്റെ ഈ എടുത്തിയാട്ടോ എല്ലാത്തിനും കാരണം, കൃഷ്ണകുമാരി കുറ്റപ്പെടുത്തി. അവളെ ഇവിടെയിട്ട് ശരിക്ക് പണിയെടുപ്പിച്ചുകൊണ്ടിരുന്നതാ. ഞങ്ങൾ ചെയ്യിച്ചോട്ടെ എന്ന് കരുതി അമ്മയും കണ്ണടച്ചിരുന്നതാ. അവൾക്കും വലിയ പരാതിയൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാ ബാബുവിൻ്റെ അടിയും തൊഴിയും. അതുകൊണ്ടല്ലേ അമ്മ അവളെ മില്ലിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. ചന്ദ്രബാബുവിൻ്റെ തല ഉനിഞ്ഞു പോയി. അവൻ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അവൻ ഓർത്തോ ഇങ്ങനെയൊക്കെ വരുമെന്ന്. ശ്രീനിവാസൻ അനുജൻ്റെ തുണയ്ക്കെത്തി.
ഓർക്കണം, മറുവശത്ത് അമ്മയുടെ കൊനഷ്ട ബുദ്ധിയാണ് ഉള്ളതെന്ന് ഓർക്കണം. ഇതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കേണ്ടത്, ശ്രീനിവാസൻ പറഞ്ഞു. എന്ത് ചെയ്യാനാ? അമ്മ നാളെ അവളെ കൊണ്ട് മില്ലിൽ പോവും. തടയാൻ ആരുണ്ട്? തടഞ്ഞാൽ അമ്മ നിൽക്കുമോ? വെറുതെ അല്ല പണ്ട് നിങ്ങളുടെ അച്ഛൻ ഉപേക്ഷിച്ചു പോയത്. അമ്മയുടെ താൻ പ്രമാണിത്വം കൊണ്ട് സഹി കെട്ടിട്ടാ, ഗീതാമണി പറഞ്ഞു. അവളെ മില്ലിൽ കൊണ്ടുപോകാനൊക്കില്ലെന്ന് നമ്മൾ കർശനമായിട്ട് പറയണം. അവളെ ഇവിടെ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കരുത്, കാറിൽ കയറാൻ സമ്മതിക്കരുത്. നമ്മൾ അയഞ്ഞു കൊടുത്തിട്ടാ, കടുകിടയ്ക്ക് വിട്ടുകൊടുക്കരുത്. വൈകുന്നേരം പതിവ് പോലെ ജാനകി അമ്മ മില്ലിൽ നിന്നും തിരികെ വീട്ടിലെത്തി. മക്കളെല്ലാം കൂടി കടുത്ത എതിർപ്പുമായി വരുമെന്നാണ് അവർ കരുതിയത്. എങ്ങു നിന്നും ഒരു ചലനവും ഉണ്ടായില്ല. ജാനകി അമ്മയ്ക്ക് ആശ്ചര്യം തോന്നി. എന്തു പറ്റി അവർക്ക്? മീനാക്ഷിയെ താൻ മില്ലിലേക്ക് കൊണ്ടുപോയ നടപടി അവർ കണക്കിലെടുത്തില്ലെന്നുണ്ടോ? പിറ്റേന്ന് രാവിലെ മീനാക്ഷിയെയും കൂട്ടി മില്ലിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി, കൊടുങ്കാറ്റ് ശമിച്ചതല്ല, കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയായിരുന്നു ഇന്നലത്തേതെന്ന്. ചന്ദ്രബാബുവും ശ്രീനിവാസനും രഘുവരനും തറവാടുകെട്ടിൻ്റെ വരാന്തയിലെത്തി. ഗീതാമണിയും കൃഷ്ണകുമാരിയും സുപ്രിയയും പിൻനിര പടയാളികളെപ്പോലെ ആക്രമണ സജ്ജരായി നിലകൊണ്ടു. ചന്ദ്രബാബുവാണ് തുടക്കമിട്ടത്. അമ്മ ഇവിളെയും കൊണ്ട് എങ്ങോട്ടാ? ജാനകിയമ്മ അവനെ സൂക്ഷിച്ചു നോക്കി. വെല്ലുവിളിയാണ് മുഖത്ത്, രോക്ഷമാണ് കണ്ണുകളിൽ. മില്ലിലേക്ക് എന്തിന്? ഓരോന്ന് കാട്ടിക്കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും. ഇന്നലെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തില്ലേ എല്ലാം? ഇന്നലത്തെ കൊണ്ട് തീർന്നില്ല. ഇനി ഇവളെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അമ്മ ഇവളെ ഈ വീട്ടിൽ താമസിപ്പിച്ച് ഞങ്ങളെ നാണം കെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ നാട് നീളെ കൊണ്ടു നടന്ന് പ്രദർശിപ്പിക്കുന്നേ? മില്ലിലും ഇന്നലെ മുതൽ ചർച്ചാ വിഷയം ഇതുതന്നെയായിരിക്കുമല്ലോ. അമ്മയ്ക്ക് മാനക്കേട് അറിയില്ലായിരിക്കും. ഞങ്ങൾക്കങ്ങനെയല്ല. അമ്മയുടെ അത്ര തുരുക്കെട്ട് ഇല്ല ഞങ്ങൾക്ക്. കാണാനുള്ളവരൊക്കെ ഇന്നലെ തന്നെ ഇവളെ കണ്ടു. പറയാനുള്ളതൊക്കെ അവർ തമ്മിൽ പറഞ്ഞും കാണും. ഇന്ന് അവർക്ക് ഇവളൊരു പുതിയ കാഴ്ചയും പുതിയ വാർത്തയുമല്ല. ഇന്നലത്തേതിൽ കവിഞ്ഞ് പ്രത്യേകിച്ചൊരു നാണക്കേടും ഇനി ഉണ്ടാകാനുമില്ല. ഞങ്ങൾക്ക് വല്ലപ്പോഴും മില്ലിലോട്ട് വരണം. തൊലി ഉരിഞ്ഞു വീഴാതെ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കണം. നിൻ്റെയൊക്കെ ശരീരത്തിലും മനസ്സിലും ഇത്രയ്ക്ക് ദുഷിച്ച തൊലിയാണെങ്കിൽ അത് ഉരിഞ്ഞു പോട്ടെ. പാമ്പ് പടം പൊഴിക്കുന്ന പോലെ കരുതിയാൽ മതി. അമ്മ എന്ത് പറഞ്ഞാലും ഇവളെ മില്ലിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പിന്നെ എന്ത് ചെയ്യണം ഞാനിവളെ? ഇവിടെ നിർത്തിയിട്ട് പോ. മുമ്പ് അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? നിർത്തിയിട്ട് പോയാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവളിവിടെ ഉണ്ടാകുമെന്ന് എന്താ ഉറപ്പ്? അവളെക്കൊണ്ട് നീയൊക്കെ ശരിക്ക് പണിയെടുപ്പിച്ചു. ഞാനത് കണ്ടില്ലെന്ന് വെച്ചു. കഴിഞ്ഞ ദിവസം അവളുടെ ചെകിടടിച്ച് പൊട്ടിച്ചു. കാരണം ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞേ? ഇനിയും അടിച്ചു പൊളിക്കുമെന്ന് അല്ലേ? അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിച്ചു വെച്ചോളെ അല്ലേടാ? ചന്ദ്രബാബു പെട്ടെന്നൊരു ഉത്തരം കിട്ടാതെ പതറി. നീ പറഞ്ഞ പോലെ ചെയ്യുക ഞാൻ. നിൻ്റെയൊക്കെ കൈ എത്തുന്നിടത്തുനിന്നും കണ്ണെത്തുന്നിടത്തുനിന്നും ഒളിപ്പിച്ചു കൊണ്ടു നടക്കുക. അവർ മീനാക്ഷിയുടെ നേർക്ക് തിരിഞ്ഞു. വാടി പോകാം. ചന്ദ്രബാബു പെട്ടെന്ന് അമ്മയുടെ കയ്യിലിരുന്ന കാറിൻ്റെ കീച്ചയും തട്ടിപ്പറിച്ചെടുത്തു. ജാനകിയമ്മ നിന്നു. ചന്ദ്രബാബുവിനെ നോക്കി നിന്നാഭാവത്തിൽ ചിരിച്ചു. കാറേല സഞ്ചരിക്കൂന്ന് എനിക്ക് വാശിയൊന്നുമില്ലടാ. 39 കൊല്ലം മുമ്പ് ഒരു കാളവണ്ടിയിൽ കയറി ഈ വീട്ടിലേക്ക് വന്നവളാ ഞാൻ. ജാനകിയമ്മ മീനാക്ഷിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് നടക്കാനാഞ്ഞു. ചന്ദ്രബാബു പെട്ടെന്ന് മീനാക്ഷിയുടെ കൈ തട്ടിമാറ്റി. അമ്മയുടെ കൂടെ ഈ മുറ്റത്തിറങ്ങിയാൽ നിന്റെ പല്ലടിച്ച് കൊഴിക്കും ഞാൻ. പിഴച്ചവളെ. ചന്ദ്രബാബു പല്ല് കടിച്ച് അമറി. ജാനകിയമ്മ അവൻ്റെ നേർക്ക് വെട്ടിത്തിരിഞ്ഞു. തൊട്ടുപോകരുതവളെ. മില്ലിലോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞാനിവളെ വിളിച്ചിറക്കിയത്. കൊണ്ടുപോവുകയും ചെയ്യും. എന്നാൽ അമ്മയൊന്ന് കൊണ്ടുപോകും കാണട്ടെ. ചന്ദ്രബാബു വെല്ലുവിളിച്ചു. ജാനകിയമ്മ മീനാക്ഷിക്ക് മറിയായി നിന്ന് അവളെ തള്ളി നീക്കി. ചന്ദ്രബാബു മറുവശത്തൂടി വന്ന് മീനാക്ഷിയുടെ കൈക്ക് പിടിച്ച് വലിച്ച് പിന്നോട്ട് തള്ളിവിട്ടു. ജാനകിയമ്മ കിതപ്പോടെ തൻ്റെ മക്കളെയും മരുമക്കളെയും നോക്കി. പിന്നെ ഹാൻഡ് ബാഗിൽ നിന്ന് സെൽഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്ത ശേഷം കാതോട് ചേർത്ത് പിടിച്ചു. ഹലോ, പോലീസ് സ്റ്റേഷൻ. മാത്തൂർ ജാനകിയമ്മയുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ചന്ദ്രബാബു അന്തളിച്ച് ശ്രീനിവാസനെ നോക്കി. ശ്രീനിവാസൻ്റെ മുഖവും വിളറിപ്പോയിരുന്നു. അതെ, ജാനകിയമ്മയാണ് ഞാൻ വിളിച്ചത്. ചന്ദ്രബാബു ഞൊടിയിടയിൽ അമ്മയുടെ കയ്യിലിരുന്ന സെൽഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി. ജാനകിയമ്മ കൈ നിവർത്ത് അവൻ്റെ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചു. തിരിച്ചു തല്ലടാ നീ എന്നെ. ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ അതും കൂടിയാകാം നിനക്ക്. വീണ്ടും കൈ ഓങ്ങിയപ്പോൾ ചന്ദ്രബാബു അമ്മയുടെ കൈക്ക് കടന്നു പിടിച്ചു. ജാനകിയമ്മ ഇടത്തെ കൈവീശി അവൻ്റെ വലത്തെ ചെകിട്ടത്തടിച്ചു. തിരിച്ചടിക്കടാ കാണട്ടെ. ചീറി നിന്ന പെൺപുലിയുടെ രൗദ്രഭാവത്തിനു മുമ്പിൽ ചന്ദ്രബാബുവും ശ്രീനിവാസനും അമ്പേ ഭയന്നുപോയി. ജാനകിയമ്മ ചെന്ന് മീനാക്ഷിയുടെ കൈ പിടിച്ചു. മീനാക്ഷി പിന്മാങ്ങാൻ ശ്രമിച്ചെങ്കിൽ അവർ സമ്മതിച്ചില്ല. എൻ്റെ ഒപ്പം ഉണ്ടാകണം നീ.
അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് ജാനകി അമ്മ മുറ്റത്തേക്ക് ഇറങ്ങി. എന്നിട്ട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, മക്കൾക്കെതിരെ കേസ് പറയാൻ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറി ഇറങ്ങേണ്ട ഗതികേട് ഈ അമ്മയ്ക്ക് ഉണ്ടാക്കി വെക്കരുത് നിങ്ങൾ. ന്യായമാണെന്ന് തോന്നിയാൽ അത് ചെയ്യാനും എനിക്ക് മടിയില്ല. മീനാക്ഷിയെയും കൊണ്ട് അവർ റോഡിലേക്ക് ഇറങ്ങിപ്പോയി. അന്നുച്ചയ്ക്ക് ശങ്കരമാമൻ മാത്തൂരെത്തി. ശ്രീനിവാസൻ വിളിച്ചു വരുത്തുകയായിരുന്നു. എല്ലാവരും കൂടി പുതിയ സംഭവവികാസങ്ങൾ അയാളെ ധരിപ്പിച്ചു. എല്ലാം കേട്ടിട്ട് ശങ്കരമാമൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ എടുത്തു ചാടാൻ പോകുന്നേ? അവൾ ആ പെണ്ണിനെ എവിടെ വേണേലും കൊണ്ടു നടക്കട്ടെ. എന്തായാലും നാറാനുള്ളത് നാറിയില്ലേ? ഇതിനൊരു അറുതി വരുത്തണ്ടേ? ഇങ്ങനെ പോയ അമ്മ സ്വത്തല്ല അവൾക്ക് കൊടുക്കാനും മടിക്കില്ലല്ലോ. ശങ്കരമാമൻ അല്പം ആലോചിച്ചിരുന്നു. എന്നിട്ട് ചോദിച്ചു, പ്രിയമോടെ കല്യാണത്തിന് മുമ്പ് മീനാക്ഷിയെ മാറ്റി താമസിപ്പിക്കാമെന്ന് ജാനകി സമ്മതിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, അങ്ങനെ മാറ്റി താമസിപ്പിച്ച ശേഷം മീനാക്ഷി വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരാതെ നോക്കിയാൽ പോരെ? അതല്ലേ ബുദ്ധി. അതെങ്ങനെ സാധിക്കും? അതിനൊരു പോംവഴി നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കണം. മീനാക്ഷിയെ മാറ്റി താമസിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവൾക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്കേ മാറ്റാവൂ. നമ്മൾ അങ്ങനൊരു സ്ഥലം കണ്ടുപിടിച്ചു എന്നിരിക്കട്ടെ, അമ്മ സമ്മതിക്കണ്ടേ? അവൾക്ക് കൂടി സമ്മതമുള്ളൊരു സ്ഥലമായാലോ? തൽക്കാലം ജയശ്രീയുടെ വീട്ടിലേക്ക് മാറ്റിയാലോ? അതുകൊള്ളാം. പക്ഷേ അതിനും അമ്മയുടെ സമ്മതം വേണമല്ലോ. സ്വന്തം മകളുടെ വീട്ടിലേക്ക് അവളെ മാറ്റണ്ടെന്ന് ജാനകി പറയുമോ? ജയ മീനാക്ഷിയെ ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ. ജയയ്ക്കും മീനാക്ഷിയെ വെറുപ്പാണെന്ന് അമ്മയ്ക്കറിയാം, ശ്രീനിവാസൻ പറഞ്ഞു. പ്രിയമോടെ കല്യാണം വരെയുള്ള സമയം നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ജാനകിയോട് വഴക്കിനും വക്കാണത്തിനും ഒന്നും പോകേണ്ട. ജയയോടും പറയണം ജാനകിയുടെ വിശ്വാസം പിടിച്ചു പറ്റത്തക്ക രീതിയിൽ പെരുമാറാൻ. അതൊക്കെ ചെയ്യാം. ജയയുടെ വീട്ടിൽ നിന്ന് അവളെ എങ്ങനെയാണ് ഒഴിവാക്കുന്നേ? പ്രിയമോടെ കല്യാണ ദിവസം എല്ലാവരും ഇവിടെ എത്തുമല്ലോ. ജയയുടെ വീട്ടിൽ മീനാക്ഷി മാത്രമേ ഉണ്ടാവൂ. കല്യാണം കഴിഞ്ഞ് ജയയും കുടുംബവും വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ മീനാക്ഷിയെ കാണാനില്ല. ശങ്കരമാമൻ ഓരോരുത്തരെയും മാറി മാറി നോക്കി. എങ്ങനെ കാണാനില്ല? രഘുവരൻ ചോദിച്ചു. അതൊക്കെ നിങ്ങളുടെ ബുദ്ധിയിൽ ആലോചിച്ച് തീരുമാനിച്ചോണം. അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ജാനകിയോടും മീനാക്ഷിയോടും ലേശം മയത്തിലെ പെരുമാറാവൂ. മീനാക്ഷിയെ താൻ കൊണ്ടുപോയിക്കോളാമെന്ന് ജയ വന്ന് ജാനകിയോട് പറയട്ടെ. നിങ്ങൾ അതിനവളെ പ്രേരിപ്പിക്കണം. ജയ വന്ന് ജാനകിയോട് പറയുമ്പം നിങ്ങൾ ജയയുടെ സപ്പോർട്ട് ചെയ്യുകയും വേണം. എന്താ? സംഗതി എല്ലാവർക്കും നന്നേ ബോധിച്ചു. ശ്രീനിവാസൻ അന്ന് തന്നെ ജയശ്രീയെ ഫോണിൽ വിളിച്ച് വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. മീനാക്ഷിയെ എൻ്റെ വീട്ടിൽ നിന്ന് കാണാതാവുക എന്ന് പറഞ്ഞാൽ ജയശ്രീ തൻ്റെ ആശങ്ക മറച്ചു വെക്കാതെ ചോദിച്ചു, പിന്നീട് അത് പുലിവാലാകുമോ ശ്രീനിയേട്ട? നീ പേടിക്കണ്ടീ, എല്ലാം ഞങ്ങൾ ഏറ്റു. അവളെ കൊല്ലാനാണോ ശ്രീനിയേട്ട? നീ അതൊന്നും അറിയണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്കൊരു കുഴപ്പവും വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അങ്ങനെ ഉറപ്പിച്ചു. അന്ന് വൈകുന്നേരം ജാനകിയമ്മയും മീനാക്ഷിയും മില്ലിൽ നിന്ന് വന്നപ്പോൾ ചന്ദ്രബാബു കാറിൻ്റെ കീ ചെയിനും സെൽഫോണുമായി മുറിയിലേക്ക് വന്നു. ദാ അമ്മയുടെ കാറിൻ്റെ കീയും ഫോണും. ഇനി അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യേ, ഞങ്ങൾ തോറ്റു. ജാനകിയമ്മ അവൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിന്നു. ചന്ദ്രബാബു മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഉച്ച തിരിഞ്ഞ നേരം ഒരു ജീപ്പ് മാത്തൂർ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു. 3 പേർ ജീപ്പിൽ നിന്ന് ഇറങ്ങി. അവർ ഗേറ്റ് കടന്ന് മുറ്റത്തെത്തി. വാസുദേവൻ്റെ വീടല്ലേ ഇത്? വരാന്തിയിലിരുന്ന ശ്രീനിവാസനോട് ആഗതരിൽ ഒരാൾ ചോദിച്ചു. വാസുദേവൻ്റെ അല്ല, ജാനകിയമ്മയുടെ. മാത്തൂരെ മില്ലൊക്കെയുള്ള? അതെ, ഇത് തന്നെ. നിങ്ങളാരാ? ഞങ്ങൾ കാന്തല്ലൂരിൽ നിന്ന് വരികയാ. വാസുദേവന് 2 പെൺമക്കളെ അറിയാം. അതിൽ മൂത്തവളെ കല്യാണം കഴിക്കാനിരുന്നവനാ ഞാൻ. ശ്രീനിവാസൻ ഒരു നിമിഷം വിസ്മയസ്തബ്ധനായി. മീനാക്ഷിയെ? അതെ, എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചിരുന്നതാ. ഒരു ദിവസം അച്ഛനെയും മക്കളെയും കാണാതായി. അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. കയറിയിരിക്കെ. ഒരു പിടിവള്ളി കിട്ടിയ സന്തോഷത്തിൽ ശ്രീനിവാസൻ പറഞ്ഞു. ശ്രീനിവാസൻ ആഗതരെ സ്വീകരിച്ചിരുത്തുമ്പോഴേക്കും ചന്ദ്രബാബുവും ഗീതാമണിയും വന്നു. ഇവരാരാ ശ്രീനിയേട്ട? ചന്ദ്രബാബു ചോദിച്ചു. ഞാൻ ഭൈരവൻ. കൂട്ടത്തിൽ തടിച്ച് പൊക്കം കൂടിയ കറുമ്പൻ പറഞ്ഞു. സ്ഥിരമായി പുകവലിച്ച് വെന്തുപോയതുപോലെ അയാളുടെ കീഴ്ചുണ്ടിൽ പിങ്ക് നിറത്തിലൊരു പാടുണ്ടായിരുന്നു. ഷർട്ടിൻ്റെ കോളറിനകത്തുകൂടി അയാൾ ഒരു തുവാല ഇട്ടിരുന്നു. എണ്ണമയമുള്ള അല്പം മുന്നോട്ട് ഉന്തിയ കറുത്ത നെറ്റിക്ക് മീതെ പരന്ന തലയോട്ടിമേൽ അയാളുടെ മുടി നനഞ്ഞൊട്ടിയതുപോലെ പറ്റിക്കിടന്നു. അയാൾക്ക് 40-42 വയസ്സ് പ്രായം തോന്നിച്ചു. കൂടെയുള്ള മറ്റു 2 പേരും ഒരു ചെറുദാതായുടെ അംഗരക്ഷകരെ പോലെ തോന്നുമായിരുന്നു. ഭൈരവൻ വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ വിശദീകരിച്ചു. കാന്തല്ലൂരിൽ ഒരു പണമിടപാട് സ്ഥാപനം നടത്തുകയാണ് ഭൈരവൻ. സ്ഥാപനമെന്ന് പറഞ്ഞുകൂടാ, പണം പലിശയ്ക്ക് കൊടുക്കുന്നു, ചിട്ടി നടത്തുന്നു. ദിവസേന പലിശയും മുതലും കുറേശ്ശെയായിട്ട് പിരിച്ചെടുക്കുന്നു. പല വർഷങ്ങളായി അയാൾ ഈ തൊഴിൽ തുടങ്ങിയിട്ട്. പെൺമക്കളും ഒത്ത് മറയൂരിൽ താമസിച്ചിരുന്ന വാസുദേവന് ഭൈരവനുമായി പണമിടപാടുണ്ടായിരുന്നു.
ജോലിയും കൂലിയും ഇല്ലാതിരുന്ന കാലത്ത് വാസുദേവൻ ഭൈരവനോട് കടം വാങ്ങും. പിന്നീട് ജോലി ചെയ്ത് ആ കടം വീട്ടും. 4 കൊല്ലം മുമ്പ് വാസുദേവന് രോഗം വന്നപ്പോൾ ചികിത്സയ്ക്കും മറ്റു ചിലവുകൾക്കുമുള്ള പണം ഭൈരവനാണ് കൊടുത്തത്. പിന്നീട് ജോലി ചെയ്യാനോ കടം വീട്ടാനോ വാസുദേവന് കഴിഞ്ഞില്ല. മുതലും പലിശയും ചേർത്ത് കടം പെരുകിക്കൊണ്ടിരുന്നു. രോഗം കലശലായതോടെ വാസുദേവന് തീരെയും ജോലി ചെയ്യാൻ വയ്യാതായി. 1 വർഷം മുമ്പ് ഭൈരവൻ വാസുദേവനെ സമീപിച്ച് തൻ്റെ കടം വീട്ടണമെന്ന് കർശനമായി പറഞ്ഞു. പാലക്കാട് തൻ്റെ ബന്ധുക്കൾ താമസിക്കുന്നുണ്ടെന്നും അവിടെ ചെന്ന് പണം വാങ്ങിക്കൊണ്ടുവന്ന് കടം വീട്ടാമെന്നും വാസുദേവൻ അവരെ സമാധാനിപ്പിച്ചു. തൻ്റെ ആദ്യ ഭാര്യയിലുള്ള മക്കൾ കൊല്ലങ്കോട്ട് പയ്യന്നൂരിലുണ്ടെന്നും അവർ റൈസ് മില്ലും മറ്റും നടത്തുന്നുണ്ടെന്നും ധനികരാണെന്നും താൻ ചെന്ന് സഹായം ചോദിച്ചാൽ അവർ തരാതിരിക്കില്ലെന്നും വാസുദേവൻ പറഞ്ഞപ്പോൾ ഭൈരവൻ അത് അപ്പാടെ വിശ്വസിച്ചു. പക്ഷെ മാസങ്ങൾ പലത് കഴിഞ്ഞിട്ടും വാസുദേവൻ പാലക്കാട്ട് പോയി പണം വാങ്ങിക്കൊണ്ട് വരികയോ ഭൈരവൻ്റെ കടം വീട്ടുകയോ ചെയ്തില്ല. ആയിടയ്ക്കാണ് ഭൈരവന് വാസുദേവൻ്റെ മകൾ മീനാക്ഷിയിൽ ഒരു മോഹം ഉദിക്കുന്നത്. ഭൈരവൻ വാസുദേവൻ്റെ മുമ്പിൽ ഒരു നിബന്ധന വെച്ചു. ഒന്നെങ്കിൽ തൻ്റെ കടം പണമായി തന്ന് വീട്ടുക, അല്ലെങ്കിൽ മീനാക്ഷിയെ കല്യാണം കഴിച്ചു തരിക. മീനാക്ഷിയെ തന്നാൽ എല്ലാ കടങ്ങളും എഴുതിത്തള്ളും എന്ന് മാത്രമല്ല, കുറച്ച് പണം കൂടി വാസുദേവന് കൊടുക്കുകയും ചെയ്യും. ആദ്യമൊന്നും വാസുദേവൻ അതിന് വഴങ്ങിയില്ല. അധികം വൈകാതെ മീനാക്ഷിയും താനുമായുള്ള കല്യാണം നടത്തണമെന്ന് ഭൈരവൻ വാസുദേവനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഭൈരവനും മീനാക്ഷിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു. വിവാഹ നിശ്ചയത്തിന് ഒരു തീയതിയും തീരുമാനിച്ചു. വിവാഹ നിശ്ചയത്തിൻ്റെ അന്ന് രാവിലെ ഭൈരവനും കൂട്ടരും വാസുദേവൻ താമസിച്ചിരുന്ന മൺകുടിലെത്തിയപ്പോൾ അയാളെ കാണാനില്ല. വാസുദേവനെ മാത്രമല്ല 2 പെൺമക്കളെയും. ഭൈരവൻ അന്ന് തുടങ്ങിയ അന്വേഷണമാണ്. ഇതിനു മുമ്പ് 1 തവണ കൊല്ലങ്കോട്ട് വന്ന് അന്വേഷണം നടത്തിയിരുന്നു. ഒരെത്തും പിടിയും കിട്ടാതെ മടങ്ങി. ശരിയായ മേൽവിലാസം കയ്യിലുണ്ടായിരുന്നില്ല. ഭാര്യയും മക്കളുമൊത്ത് വാസുദേവൻ ആദ്യകാലത്ത് താമസിച്ചിരുന്ന മാർത്താണ്ഡത്തു പോയി ഭൈരവൻ അന്വേഷിച്ചു നോക്കി. അതുകൊണ്ട് ഫലമൊന്നും ഉണ്ടായില്ല. വീണ്ടും പാലക്കാട്ടെത്തി. അവിടെ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് ഇപ്പോൾ മാത്തൂരെത്തിയിരിക്കുന്നത്. എല്ലാം കേട്ടുകഴിഞ്ഞ് ഗീതാമണി പറഞ്ഞു, നിങ്ങൾ പറയുന്ന വാസുദേവൻ എന്ന മനുഷ്യൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. അറിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അതറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. ഭൈരവൻ പറഞ്ഞു. വാസുദേവൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളിൽ ഒരെണ്ണം സൂയിസൈഡ് ചെയ്തു, ഗീതാമണി വെളിപ്പെടുത്തി. അതും പോലീസ് പറഞ്ഞു. അത് ഭയങ്കര കഷ്ടം. ശൊങ്കത്തി പെണ്ണായിരുന്നു. അവിടെ വെച്ച് എൻ്റെ അടുത്ത് വഴക്കിന് വന്നിട്ടുണ്ട്. ചെത്തുപോനാലും ശരി അവളുടെ അക്കായെ എനിക്ക് തരില്ലെന്നും പറഞ്ഞ്. ഭൈരവൻ ചിരിച്ചു. അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് പൊതി എടുത്ത് മൂല കടിച്ചു കീറി. ആ ഓട്ടയിലൂടെ കുറച്ച് പാൽപരാഗ് വായിലേക്ക് കുടഞ്ഞിട്ടു. എന്നിട്ട് ചന്ദ്രബാബുവിനെയും ഗീതാമണിയെയും ശ്രീനിവാസനെയും നോക്കി പതുക്കെ ചവയ്ക്കാൻ തുടങ്ങി. അച്ഛൻ മരിച്ചു, ഒരു മോളും മരിച്ചു. പോട്ടെ, ഇനി ഒരെണ്ണം ബാക്കിയുണ്ടല്ലോ, എൻ്റെ കല്യാണപ്പെണ്ണ്. മതി. നിങ്ങളീ പറഞ്ഞതെല്ലാം ശരിയാണെന്നുള്ളതിന് എന്താ തെളിവ്? ചന്ദ്രബാബു ചോദിച്ചു. അവളെവിടെ? മീനാക്ഷി. അവളെ വിളിച്ച് ചോദിക്ക്. നിങ്ങൾക്ക് പറ്റില്ലേ? ഞാൻ ചോദിക്കാം. നിങ്ങളുടെ മുമ്പേ നിർത്തി കേൾക്കാം പോരെ? ശ്രീനിവാസനും ചന്ദ്രബാബുവും പരസ്പരം നോക്കി. ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് തങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന കുഴപ്പത്തിലായിരുന്നു 2 പേരും. പെണ്ണിനെ വിട്ടുതരാൻ മടിയാ? വേണ്ട, എനിക്ക് പണം കടച്ചാൽ മതി. 2-ലൊന്നും ഭൈരവന് കിട്ടണം. തന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങാനൊന്നും നിൽക്കില്ല. പക്ഷേ തരാനുള്ളവർക്ക് നാശം വരും. ഭൈരവൻ ചവയ്ക്കുന്നതിന് വേഗത കൂടി. ഇടത്തെ തോളത്ത് കിടന്ന ഷാൾ എടുത്ത് അയാൾ വലത്തെ തോളത്തേക്ക് മാറ്റിയിട്ടു. ഭീഷണിപ്പെടുത്തുകയാണോ? ശ്രീനിവാസൻ ചോദിച്ചു. അല്ല തമ്പി, എനിക്ക് 2-ലൊന്ന് കിട്ടണം. പണം അല്ലെങ്കിൽ മീനാക്ഷി. കൃഷ്ണകുമാരി ശ്രീനിവാസനെ കണ്ണു കാണിച്ചു. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. മതി. ഭൈരവൻ സമ്മതിച്ചു. ശ്രീനിവാസനും കൂട്ടരും വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. ഭൈരവൻ തൻ്റെ അനുചരന്മാരെയും കൂട്ടി മുറ്റത്ത് കിടന്ന ജീപ്പിനടുത്തേക്കും. അവളെ ഇവിടുന്ന് കെട്ടിക്കാൻ ഇത് നല്ല അവസരമാണ്, ഗീതാമണി ചന്ദ്രബാബുവിനോടും ശ്രീനിവാസനോടുമായി പറഞ്ഞു. ശരിയാ. സുപ്രിയയ്ക്ക് ഉത്സാഹമായി. അയാളുമായുള്ള കല്യാണം ഉറപ്പിച്ചിരുന്നതാണെന്നല്ലേ പറഞ്ഞത്? ഒന്നെങ്കിൽ പണം അല്ലെങ്കിൽ മീനാക്ഷി എന്നല്ലേ പറഞ്ഞത്? അയാൾ പറയുന്നത് ന്യായം, കൃഷ്ണകുമാരി പറഞ്ഞു. അയാൾ കെട്ടിക്കൊണ്ട് പോട്ടെ. പാലക്കാട്ട് രജിസ്റ്റർ കച്ചേരിയിലോ മറ്റോ വെച്ച് കല്യാണം നടത്തി കൊടുത്തേക്കാം. വേണമെങ്കിൽ കുറച്ച് പണം കൂടി കൊടുത്തേക്കാം. ശല്യം ഒഴിഞ്ഞു പോകുമല്ലോ. ഗീതാമണി കൃഷ്ണകുമാരിയെ പിന്താങ്ങി. അമ്മ സമ്മതിക്കുമോ? സമ്മതിപ്പിക്കണം. അവൾക്ക് പോകാനൊരിടമില്ലെന്നും അനാഥയാണെന്നും പറഞ്ഞാണല്ലോ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നേ. അമ്മയെ ഇപ്പം തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. അവളും വരട്ടെ. ഇവർ പറഞ്ഞതൊക്കെ ശരിയാണോന്ന് അവൾ തന്നെ പറയട്ടെ, രഘുവരൻ പറഞ്ഞു. ശ്രീനിവാസൻ റിസീവർ എടുത്ത് റൈസ് മില്ലിലേക്ക് ഡയൽ ചെയ്തു. ജാനകിയമ്മ മീനാക്ഷിയും കൂട്ടി മില്ലിംഗ് സെക്ഷനിൽ നിൽക്കുകയായിരുന്നു. വിജയപ്പൻ അവിടേക്ക് വന്നു. മാഡത്തിനൊരു ഫോൺ കോൾ.
എവിടുന്നാ? വീട്ടിൽ നിന്ന്. ശ്രീനിവാസൻ സാറാ. ഞാൻ വരുന്നു എന്ന് പറ. വിജയപ്പൻ വേഗം നടന്നുപോയി. ഇന്ന് രാത്രി ഓവർ ടൈം ചെയ്തിട്ടാണെങ്കിലും ശരി, നാളെ രാവിലെ ലോഡ് കയറ്റി അയക്കണം. സൂപ്പർവൈസർ അജയന് നിർദ്ദേശം നൽകിയിട്ട് ജാനകിയമ്മ ഓഫീസിലേക്ക് നടന്നു. പിന്നാലെ മീനാക്ഷിയും നീങ്ങി. ജാനകിയമ്മ ക്യാബിനിലേക്ക് കയറി മേശപ്പുറത്ത് മാറ്റി വെച്ചിരുന്ന റിസീവർ എടുത്തു. ഹലോ അമ്മ, അത്യാവശ്യമായിട്ട് ഇവിടം വരെ ഒന്ന് വരണം. ശ്രീനിവാസൻ്റെ സ്വരം ഫോണിലൂടെ കേട്ടു. എന്താ കാര്യം? മീനാക്ഷിയെ കാണാൻ ചിലർ വന്നിരിക്കുന്നു. ജാനകിയമ്മയുടെ നെറ്റി ചുളിഞ്ഞു. ആര്? എവിടുന്ന്? ഇവിടെ വന്ന അമ്മ തന്നെ ചോദിക്കേ. ലൈൻ മുറിഞ്ഞു. നോവൽ നാളെ തുടരും.